എക്സലന്റ് തെറാപ്പി SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ NTPCയുടെ കട്ട് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും NTPCയുടെ കട്ട് ഓഫ് കൂടെ ഒന്ന് അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ ഈ NTPCയുടെ ഡേറ്റ് നമുക്ക് ഇനി എന്തായിരിക്കും, ജൂണിലായിരിക്കും നടന്നത്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോ എന്താണ്, ഏപ്രിൽ എന്നാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ അറിയത്തുള്ളൂ, കാരണം അവര് ഇടുന്നത് അങ്ങനെയാണ്. അപ്പം ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോ എന്താ പറഞ്ഞത്, ഏപ്രിലായിരിക്കും എക്സാം എന്ന് ഉള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ അത് ഡിലേ ആയപ്പോൾ നമ്മളത് മെയ്യിൽ തന്നെ പ്രതീക്ഷിച്ചു. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ജൂണിലാണ്. അപ്പൊ അത് ഏറെക്കുറെ കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരുപാട് ചാനലുകളിൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജൂണിൽ തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ അതിന്റെ സ്റ്റഡി പ്ലാനും മറ്റു കാര്യങ്ങളും സിലബസും ഒക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു. അപ്പൊ നമുക്ക് ആ ഒരു കട്ട് ഓഫും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓരോന്നിനും, അതായത് ഇപ്പോൾ NTPCക്ക് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ടല്ലോ. ഇപ്പൊ ജൂൺ ആദ്യം അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ നമുക്ക് ഗ്രാജുവേറ്റിന്റെ എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഓരോന്നിനും ഓരോ കട്ട് ഓഫ് ആണ് സെപ്പറേറ്റ്. ഇത് ഞാൻ ടയർ 1ന്റെ CBT ടയർ 1ന്റെ കാര്യം, CBT 1ന്റെ കട്ട് ഓഫ് മാത്രമേ നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോ ഞാൻ ഒന്നുകൂടെ അതിന്റെ എന്താ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്ന് കൂടി ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നാഷണൽ ലെവൽ എക്സാം ആണ്. അതിന്റെ വേക്കൻസീസ് ആണ് 11,558 ആണ് കേട്ടോ വേക്കൻസി വരുന്നത്. അതിൽ നമുക്ക് എക്സാം എഴുതുന്നത് അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും എഴുതാമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിൽ വരുന്ന പോസ്റ്റുകൾ, തസ്തികകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട്. ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റില് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്കാണ് അണ്ടർ ഗ്രാജുവേറ്റ്. ഇനി ഗ്രാജുവേറ്റില് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വരുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ വരുന്നുണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടന്റ് വരുന്നുണ്ട്. പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് വരുന്നത്. നമുക്ക് അതിന്റെ എക്സാം നമുക്ക് എന്തെങ്കിലും ജൂണിൽ തന്നെ പ്രതീക്ഷിക്കാം. ഗ്രാജുവേറ്റ് അത് കഴിഞ്ഞിട്ടായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തിന്റെ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതലും അപ്ലൈ ചെയ്യുന്നത് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ചെന്നൈ സോണുകളായിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രം സോണാണ് ഞാൻ ആദ്യം പറയുന്നത്. കൂടുതൽ പേരും അപ്ലൈ ചെയ്തത് ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് എടുത്തത് കേട്ടോ. അപ്പൊ ഓരോന്നിനും എന്താണ്, ഓരോ കട്ട് ഓഫ് ആയിരിക്കും ഓരോ തസ്തികകൾക്കും. ഓക്കെ, ഇത് CBT 1ന്റെ ആദ്യത്തെ ഘട്ടത്തിലെ എക്സാമിന്റെ കട്ട് ഓഫ് ആണ്. കഴിഞ്ഞ വർഷം നടന്ന കട്ട് ഓഫുകളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തത്, അപ്പം ഓരോന്നിനും ലെവൽ 2 ലെവൽ 1 എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓരോ തസ്തികകൾ കേട്ടോ. ആദ്യത്തെ തസ്തിക ഞാൻ നോക്കുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 87 ആണ് വരുന്നത്. 87.9 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് 87.9 ആണ്. അപ്പോ SC ST OBC EWS കൂടിയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ജനറൽ കാറ്റഗറി 87.9, OBC വരുന്നത് 84.5 ആണ്. അതുപോലെ SC ST 66 റേഞ്ചിലാണ് വരുന്നത്. EWS 77. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഡിയുടെ പറഞ്ഞ EWS ഉള്ളവർക്ക് കുറച്ചുകൂടി എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം ജനറലിനെക്കാളും OBCക്കാളും ഒക്കെ കുറവാണ് EWS. അപ്പൊ EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എന്താണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിയത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉള്ളതിന്റെ എന്താണ് കട്ട് ഓഫ് മാർക്കുകളാണ് നോക്കിയത്. ഇനി അടുത്തത് ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു തസ്തികയുണ്ട്, കാറ്റഗറി 13 വരുന്നത്. ഇത് ലെവൽ 2ലാണ് കേട്ടോ. ഇതൊക്കെ ലെവൽ 2ലാണ് വരുന്നത്. ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തസ്തികകൾ കാറ്റഗറൈസ്. ഇപ്പൊ ലെവൽ 2ലാണ് ഈ പറയുന്നത്. അതിലും എങ്ങനെ തന്നെയാണ്, ജനറൽ കാറ്റഗറി വരുമ്പോൾ 89.3, SC ST 74, EWS അവിടെയും 77 ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് സാധാരണ നമ്മുടെ എക്സാം. പിന്നെ എക്സ് സർവീസ് മാന് പ്രത്യേകം വരുന്നുണ്ട്. VAക്കും HIക്കും സെപ്പറേറ്റും വരുന്നുണ്ട്. അപ്പോ ലെവൽ 2ന്റെയാണ് നമ്മൾ ഇപ്പൊ നോക്കിയത്. ഞാൻ പറയുന്നത് തിരുവനന്തപുരം RRBയുടേതാണ് പറയുന്നത്. ഇത് ലെവൽ 2. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ലെവൽ 3 ആണ്. ലെവൽ 3യിൽ വരുന്നത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു തസ്തികയാണ് ലെവൽ 3യിൽ വരുന്നത്. അതിന്റെ നമുക്ക് ജനറൽ കാറ്റഗറി 79.7, SC ST എന്ന് പറയുന്നത് SC 60, ST 59 OBC 72 വരുന്നുണ്ട്. EWS 52. ഏറ്റവും കുറവ് EWSനാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് SSC RRB എക്സാമുകളിൽ ഉണ്ട്. കൂടുതലും റെയിൽവേ എക്സാമുകളിൽ അവർക്ക് കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പൊ എന്താണ് 58 മാത്രമേ ഉള്ളൂ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 79. അപ്പൊ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ലെവൽ 3യിലെയാണ് കേട്ടോ.
അടുത്ത ലെവൽ 5 നമുക്കൊരു 3 എക്സാം വരുന്നുണ്ട്. ഗുഡ്സ് ഗാർഡ് വരുന്നുണ്ട്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, സീനിയർ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിൽ ലെവൽ 5 ഗുഡ്സ് ഗാർഡിൻ്റെത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 73 പോയിന്റ് ആണ്. SC/ST വരുന്നത് SC 52, ST 60, OBC 63, EWS 48 ആണ്. വീണ്ടും EWSനാണ് കുറവ് വരുന്നത്. ജനറൽ കാറ്റഗറി 73 ആണ്. അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 79 തന്നെയാണ് വരുന്നത്. SC/ST 58, OBC 76, EWS 59. പിന്നെ സീനിയർ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ തസ്തികയ്ക്ക് ജനറൽ കാറ്റഗറി 70, SC 50, ST 53, OBC 64, EWS നോക്കിയാൽ 40 ആണ്. 40 കട്ട് ഓഫ് ആണ് EWS. ഏറ്റവും കുറവ് വന്നിരിക്കും. സാധാരണ SC/ST ക്കാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഈ കേന്ദ്രത്തിലുമായി ബന്ധപ്പെട്ട എക്സാംസിന് EWSന് നല്ല മാർക്ക് കുറവായിരിക്കും, കട്ട് ഓഫ് കുറവായിരിക്കും. സോ അതുകൊണ്ട് ആ കാറ്റഗറിയിലുള്ളവർ എന്ത് ചെയ്യുക, കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ്, ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഒരു 80 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. 80-85 റേഞ്ചിലാണ്. അതിന്റെ തസ്തികളും വേക്കൻസികളും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കട്ട് ഓഫ് മാറുന്നുണ്ട്. ലെവൽ 6 സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ലെവൽ 6 വരുന്നത്. അതിൽ ജനറൽ കട്ട് ഓഫ് വരുന്നത് 69 ആണ് കേട്ടോ. 69.7. ഞാൻ പോയിന്റ് പറയുന്നില്ല, നമ്മളത് കറക്റ്റ് പറയുന്നതല്ല, അതിന്റെ ഒരു എത്രയാണ് അതിന്റെ ലെവൽ കഴിഞ്ഞ തവണ വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. SC 50, ST 49, OBC 65, EWS വീണ്ടും ഏറ്റവും കുറവ് അതിലാണ് കേട്ടോ, 40 ആണ്. സ്റ്റേഷൻ മാസ്റ്ററിന് EWS 40 കട്ട് ഓഫ് ആണ് CBT 1 വന്നത് കഴിഞ്ഞ തവണ. 69 ആയിരുന്നു ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അപ്പൊ അതിന്റെ വേക്കൻസി കുറവായിരുന്നിരിക്കും, അല്ലെങ്കിൽ എക്സാമിന്റെ അങ്ങനെ ഡിഫറൻസ് വരും കേട്ടോ. അപ്പൊ സ്റ്റേഷൻ മാസ്റ്ററാണ് കുറച്ച് കൂടുതൽ പേര് എഴുതുന്നത് ലെവൽ 6 അപ്പൊ അതിന്റെ കട്ട് ഓഫിൽ EWSനായിരുന്നു ഏറ്റവും കുറവ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏപ്രിലെന്നായിരുന്നു വന്നിരുന്നത്. അത് ഏപ്രിൽ നടന്നിട്ടില്ല, മെയ്യിൽ നടന്നിട്ടില്ല, ജൂണിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂണിൽ ഫസ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ ഗ്രാജുവേറ്റ് ലെവലിൻ്റെത് നടക്കുന്നുണ്ട്. ഇതിന്റെ എക്സാം പ്രോസസ് എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്. CBT 1 ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. CBT 1 ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു CBT 2 ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ വെരിഫിക്കേഷനും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ പോകുന്നത്. പിന്നെ അതിന്റെ വേക്കൻസി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്, 11,588 ആണ്. ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ 8,113, അണ്ടർ ഗ്രാജുവേറ്റില് 3,445 ആണ് ഇപ്പോഴത്തെ കട്ട് ഓഫ്. ഇനി ചിലപ്പോൾ കൂടാതിരിക്കാം, നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. മേ ബി എല്ലാ പ്രാവശ്യവും കൂടാറാണ് പതിവ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഈ EWS കാറ്റഗറിയിലുള്ളവർക്ക് വളരെ സുവർണ അവസരം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം നല്ല കട്ട് ഓഫ് കുറവായിരുന്നു അവർക്ക്. പിന്നെന്താണ്, ഇതിന്റെ കട്ട് ഓഫും ഓരോ തസ്തികയ്ക്ക് അനുസരിച്ചുള്ള വേക്കൻസിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലുകളിൽ നോക്കുകയാണെങ്കിൽ ഗുഡ്സ് ട്രെയിൻ മാനേജറിന് 3,744 വേക്കൻസി ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്ററിന് 994 വേക്കൻസി. അടുത്ത ടിക്കറ്റ് സൂപ്പർവൈസറാണെങ്കിൽ 5,736, അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിനാണെങ്കിൽ 1,507, ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനാണെങ്കിൽ 700, മൊത്തം 8,113 ആണ് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത്. ഓക്കെ, എന്താണ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ് കുറച്ചുകൂടി വേക്കൻസി കൂടുതലുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർ കുറവാണ്. കഴിഞ്ഞ നമ്മൾ നേരത്തെ കട്ട് ഓഫ് നോക്കിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അപ്പോഴും കുറവായിരുന്നു. അതുകൊണ്ടാണ് കട്ട് ഓഫും അതെന്താണ് കുറവായിരുന്നു കേട്ടോ. പക്ഷെ എക്സാം ഇച്ചിരി പാടാണ്. അടുത്ത ടയറിലേക്ക് സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ 6 എപ്പോഴും കുറച്ച് പാടായിരിക്കും. അപ്പോ അടുത്ത് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കുവാണെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 361, കോമൺ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ 2022, ക്ലർക്ക് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 990, ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ 72, മൊത്തം 3,445 വരുന്നുണ്ട്. എല്ലാതും കൂടി 11,558. ഇങ്ങനെയാണ് നമ്മുടെ വേക്കൻസി പോകുന്നത്. അതിന്റെ സിലബസും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജൂണിൽ നമുക്ക് എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. എല്ലാത്തിലും സെലക്ഷൻ പ്രോസസ് എങ്ങനെ തന്നെയായിരിക്കും. CBT 1 ഉണ്ടാവും, ഒരു CBT 2 ഉണ്ടാവും. അപ്പൊ ഈ ടൈപ്പിസ്റ്റുകളിലൊക്കെ എന്ത് വരും, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബാക്കി എല്ലാത്തിലും CBT 1 CBT 2 ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ ഒരു CBAT വരും, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഉണ്ടാവും, പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. CBT 1 മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ് അങ്ങനെയാണ് പോകുന്നത്. 1.5 മണിക്കൂർ എക്സാം ആയിരിക്കും. എന്താണ് 30 ക്വസ്റ്റ്യന് 30 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ജനറൽ അവയർനെസ് എന്നാണ്, 40 മാർക്കുമാണ്, 40 ക്വസ്റ്റ്യനും ഉണ്ടാവും. അത് CBT 1 കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ CBT 2-നാണെങ്കിൽ 35, 50 മൊത്തം 120 മാർക്കിനാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ സമയമൊക്കെ സെയിം തന്നെയാണ്. ക്വസ്റ്റ്യനും കൂടുന്നുണ്ട്, മാർക്കും കൂടുന്നുണ്ട്, സമയം സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിൽ കട്ട് ഓഫും കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും സിലബസും പാറ്റേണും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ജൂണിൽ എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ കട്ട് ഓഫ് എപ്പോഴും മനസ്സിലുണ്ടാവണം. ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഒരു 80 ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. GK ഒക്കെ ഒരുപാട് വായിക്കുക. മാത്സും റീസണിങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും സ്പീഡിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. മാത്സും റീസണിങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് POQ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. സ്പീഡും പ്രാക്ടീസും കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മാത്സും റീസണിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ GK ഒക്കെയാണ് ഇവിടെ വായിക്കാൻ നിൽക്കുന്ന ഒരു സമയമാണ് നമുക്ക് പോകുന്നത്. സോ അതുകൊണ്ട് കൃത്യമായി ടൈം മാനേജ്മെന്റ് ചെയ്ത് മോക്ക് എക്സാം ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അടുത്ത CBT 2-ലേക്ക് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. അപ്പൊ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ എന്റെ കോഴ്സിന്റെ അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ബാക്കി ഇനി ഡേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ചാനലിൽ കൂടെ തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.